പ്രിയപ്പെട്ട PC വിഷ്ണുനാഥാണ് നമുക്കിപ്പം ഉള്ളത്. വിഷ്ണുവേട്ടാ നമസ്കാരം. കൊല്ലത്തിന്റെ വേദിയിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ട് കലോത്സവ വേദിയിൽ വിഷ്ണു ചേട്ടൻ എത്തുന്നത് ഒരു മത്സരാർത്ഥിയായിട്ടാണ്. പക്ഷെ ഇപ്പോ ഉത്തരവാദിത്തം കുറച്ചുകൂടി കൂടുതലുണ്ട്, കലവറയിലും ഒക്കെ റോളുണ്ട്. അപ്പോൾ എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ? രണ്ടനുഭവമാണ് ഞാൻ പറഞ്ഞത്. 91-92 കാലത്ത് മത്സരാർത്ഥിയായിട്ട് കലോത്സവത്തിലേക്ക് വന്നു. ഇപ്പോൾ ഭക്ഷണ കമ്മിറ്റിയുടെ ചെയർമാനാണ്. പഴയിടം നമ്പൂതിരി ഭക്ഷണം ഒരുക്കുമ്പോൾ അത് യഥാസമയം ബുദ്ധിമുട്ടില്ലാതെ മുഴുവൻ കുട്ടികൾക്ക്, പേരൻസിന്, മീഡിയ പ്രവർത്തകർക്ക്, അതുപോലെ അധ്യാപകർക്ക്, വോളണ്ടിയേഴ്സിന് എല്ലാം നമ്മൾ കൊടുക്കുകയാണ്. ഇന്നലെ 20,000-ത്തിനടുത്ത ആളുകളാണ് ഉച്ചഭക്ഷണം കഴിക്കാനുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് അതിൽ കൂടും. അപ്പോൾ ആ ഒരു രണ്ട് ഉത്തരവാദിത്തത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എങ്ങനെ പോകുന്നു കലവറയിൽ? ഈ എല്ലാം നന്നായിട്ട് പോകുന്നില്ലേ കാര്യങ്ങളൊക്കെ? ഇതുവരെ നിയന്ത്രണ വിധേയമായിട്ട് തന്നെ പോവുകയാണ്. ഒരു പരാതിയുമില്ലാതെ കൊടുക്കുന്നുണ്ട്. ഇന്നലെ ഒരു ചെറിയ പരാതി ഉണ്ടായത്, മാധ്യമപ്രവർത്തകർ കുറേ സമയം ക്യൂ നിൽക്കേണ്ടി വന്നു. അപ്പോൾ അവർക്ക് റിപ്പോർട്ട് ചെയ്യാനൊക്കെ യഥാർത്ഥ സ്ഥലത്ത് എത്താൻ താമസം ഉണ്ടായി. ഇന്ന് മാധ്യമപ്രവർത്തകർക്ക് ഒരു പ്രത്യേക പ്രത്യേക ഗേറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഈ തിരക്കുകൾക്കൊക്കെ ഇടയിൽ കലാപരിപാടികൾ എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ? എന്റെ ഏറ്റവും വലിയ നിരാശ, ഒരു പരിപാടിയും കാണാൻ പറ്റിയിട്ടില്ല. ഇനിയും ഒരു പരിപാടി കാണാനും പറ്റത്തില്ല. കാരണം ഇവിടുന്ന് നേരെ വീണ്ടും ഭക്ഷണപ്പുരയിലേക്ക് പോവുകയാണ്. അതായത് രാവിലെ 7 മണിക്ക് നമ്മൾ തുടങ്ങിയാൽ രാത്രി 1:30 മണി വരെ നമ്മൾ ഭക്ഷണം കൊടുക്കും. 3 മണിക്ക് വന്ന കുട്ടിക്കും കൊടുത്തു. കാരണം ഒരാളെ പോലും ഭക്ഷണം കൊടുക്കാതെ മടക്കി അയക്കേണ്ടി വന്നിട്ടില്ല. ഇന്നലെ ഞാൻ യുവജനോത്സവത്തിൽ പദ്യപാരായണത്തിലും നാടകത്തിലും 2 ഐറ്റത്തിലാണ് മത്സരിക്കാൻ വന്നിട്ടുള്ളത്. ഇന്നും നാടകമുള്ള ദിവസമാണ്, സോപാനത്തിൽ. പക്ഷേ നാടകം കാണാൻ പോകാൻ പറ്റിയിട്ടില്ല. നല്ല നാടകങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ഒരുപാട് റിപ്പോർട്ടും കിട്ടുന്നുമുണ്ട്. നമുക്കൊരു പാട്ടായാലോ? യുവജനോത്സവത്തിന്റെ സംഭാവനകൾ മലയാള ചലച്ചിത്ര രംഗത്ത് ഒരുപാട് പേരുണ്ട്. 2ാമത്തെ സ്കൂൾ കലോത്സവത്തിലാണ് യേശുദാസ് പങ്കെടുക്കുന്നത്. ആ കലോത്സവത്തിൽ തന്നെയാണ് ജയചന്ദ്രൻ പങ്കെടുക്കുന്നത്. പിന്നീട് ജി വേണുഗോപാൽ, ചിത്ര ചേച്ചി, സുജാത ചേച്ചി, അരുന്ധതി ടീച്ചർ, മിൻമിനി, ശ്രീരാം, ശ്രീനിവാസ് തുടങ്ങി ഇങ്ങനെ നീണ്ട ഇത് തീരുന്നില്ല. ഞാൻ സീനിയേഴ്സിനെ പറഞ്ഞുള്ളൂ. ഈ കാലത്ത് വന്ന കുട്ടികള് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകളാണ് ഇത്രയും പേര് വന്നത്. അപ്പൊ അതിൽ വേണുചേട്ടൻ, ജി വേണുഗോപാലും യുവജനോത്സവത്തിൽ നിന്നും വന്ന ഒരു കണ്ടെത്തലാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പാട്ട് പാടാം. എന്നോടെന്തിനൊളിക്കുന്നു നീ സഖി, എല്ലാം നമുക്കൊരു പോലെയല്ലേ. എന്നോടെന്തിനൊളിക്കുന്നു നീ സഖി, എല്ലാം നമുക്കൊരു പോലെയല്ലേ. അന്ത്യയാമത്തിലെ മഞ്ഞേറ്റു പൂക്കുന്ന സ്വർണ്ണമന്ദാരങ്ങൾ സാക്ഷിയല്ലേ. ചന്ദനമണിവാതിൽ പാതിച്ചാരി ഇന്ദോളം കണ്ണിൽ തിരയിളക്കി, ശൃംഗാരചന്ദ്രികേ നീരാടി നീ നിൽക്കെ, എന്തായിരുന്നു മനസ്സിൽ? ഒരുപാട് കേട്ടിട്ടുണ്ട് വിഷ്ണുവിന്റെ പാട്ട്, ഇതിന് മുന്നേയും കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പം ചോദിക്കുന്നത്, ഇപ്പോൾ എന്താണ് മനസ്സിൽ? കാരണം അന്നത്തെ കലോത്സവവും ഇപ്പോഴത്തെ കലോത്സവവും 1.5 പതിറ്റാണ്ടിന് ശേഷമാണ് ഇപ്പോൾ വീണ്ടും കൊല്ലത്തേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ മനസ്സിൽ എന്താണ്? ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞില്ലേ, ONV കുറുപ്പ് സാറ് കൊല്ലത്തിന്റെ സംഭാവനയാണെന്നറിയാമല്ലോ. തിരുനെല്ലൂർക്കാരനാകാരനും ഒക്കെ. ഒരു വട്ടം കൂടി എന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം, ഇതാണിപ്പോ മനസ്സിൽ. വീണ്ടും ആ കാലത്തിലേക്കൊക്കെ ഒന്ന് പോകാൻ പറ്റും. അതെ, നമ്മള് കുട്ടിയായിരുന്ന ടീച്ചർമാരുടെ കയ്യിൽ പിടിച്ച് ഓരോ വേദിയിൽ ചെസ് നമ്പറൊക്കെ വാങ്ങി ഊഴം കാത്ത് നിൽക്കുന്നു. അവരുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ പോകുന്നു, അവിടെ ക്യൂ നിൽക്കുന്നു. അങ്ങനത്തെ ഓർമ്മ. ഞാൻ വെണ്ടാർ ശ്രീ വിദ്യാധിരാജ സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ ആ ഓർമ്മയാണ്. ഇപ്പോൾ 2008 വന്നതാണ് ഇവിടെ കൊല്ലത്ത്. 15 കൊല്ലമായി. ഇനി ഒരു 10 കൊല്ലം കഴിയും കൊല്ലത്തെത്താൻ. അപ്പോൾ നമ്മളെല്ലാവരും, ഇപ്പം ഞാൻ പല അനുഭവങ്ങളാണ്. ഒന്ന് കൊല്ലംകാരൻ എന്നുള്ള
ഒരു വികാരം ഇവിടെ ഈ മത്സരമൊക്കെ വരുമ്പോൾ. പിന്നെ ഇപ്പം മറ്റ് ഉത്തരവാദിത്തങ്ങൾ കൂടുകയും ചെയ്തു. അതെ, മറ്റു ഉത്തരവാദിത്തങ്ങൾ കൂടി. ഇപ്പൊ മത്സരാർത്ഥിയിൽ നിന്നും സംഘാടനത്തിന്റെ ഭാഗമായി സംഘാടകന്റെ റോളിലാണ്. എന്നാൽ രസമാണ് കേട്ടോ, ഈ പിള്ളേരെ എല്ലാം കൂടി ഇങ്ങനെ എല്ലാ സ്റ്റേജിലും ഒക്കെ ഒന്ന് പോകാൻ പറ്റിയിരുന്നെങ്കിൽ സന്തോഷമായിരുന്നു. ശരി വിഷ്ണുട്ട്, അപ്പൊ എന്താണെങ്കിലും ഒരുപാട് സന്തോഷം ഞങ്ങളുടെ കലക്കൻ കൊലത്തിന്റെ വേദിയിൽ വന്നതിൽ. അറിയാം തിരക്കുകളാണ്, ഒരുപാട് തിരക്കുകളുണ്ടെന്ന് അറിയാം. പക്ഷെ അതിനിടയിലും നാടകം കാണണം, കാണാതിരിക്കരുത്. അതെ 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 അതെ. ഞാൻ അലൻസിയറിന്റെ ഒരു കമന്റ് കണ്ടു, ഇപ്പോഴത്തെ നാടക പ്രവർത്തകർ കുട്ടികളുടെ നാടകം കണ്ട് പഠിക്കണമെന്ന്. അങ്ങനെ അദ്ദേഹം നാടക തിയേറ്ററിൽ നിന്ന് വന്ന ആളാണ്. അങ്ങനെ പറയണമെങ്കിൽ അത്ര ബെസ്റ്റ് പെർഫോമൻസ് ഉണ്ടായിരിക്കും. നാടകങ്ങളാണ് വേദികളിൽ അരങ്ങേറുന്നത്. ഫസ്റ്റ് ക്ലാസ് പെർഫോമൻസ് ആണ്. സമയം കണ്ടെത്തി പോകണം. ശരി വിഷ്ണു, ഒരുപാട് സന്തോഷം.